മോനു ഇതാരുടെ കാടാന്നറിയാവോ? ഇതാരുടെ കാടാന്നറിയാവോ? വീരപ്പൻ്റെ കാടാ. ആരുടെ കേട്ടില്ല? ബാഗൊക്കെ പാക്ക് ചെയ്ത് ഒരു യാത്രയുടെ തുടക്കമാണ് കേട്ടോ. നമുക്കിടാനുള്ള ഡ്രസ്സും മറ്റു സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ ഈ ചെറിയ ബാഗിൽ നമ്മൾ പാക്ക് ചെയ്യുവാണ്. അത്യാവശ്യം ഒരു നീണ്ട യാത്രയ്ക്ക് ഒരു വലിയ ബാഗ് തന്നെയാണ് കേട്ടോ നല്ലത്. കാരണം നമ്മളിങ്ങനെ കുത്തിയറച്ചോണ്ട് പോകണ്ടല്ലോ. അങ്ങനെ നമ്മൾ യാത്ര പോകുന്നത് ഈ കാണുന്ന ട്രാവലർ വാനിലാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മൾ പോകുന്ന വണ്ടിയുടെ ഉൾഭാഗം എന്ന് പറയുന്നത് കേട്ടോ. ഫുൾ AC വണ്ടിയാണ്. വണ്ടിക്കകത്ത് ഈ ഒരു ലൈറ്റ് ഇട്ടപ്പോൾ വണ്ടിക്ക് വേറൊരു ഫീലായി കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്രയുടെ ആരംഭം കുറിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് വണ്ടിയിൽ കയറിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ ഫാമിലി ട്രിപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം പോകുന്നത് കൊടുങ്ങല്ലൂരിലേക്കാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴി ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അങ്ങനെ നമ്മളിത് ഈ കാണുന്ന ആര്യാസ് റെസ്റ്റോറൻറ്റിലാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഞാനും ഇഡലിയാണ് കഴിച്ചത്. അങ്ങനെ നമ്മുടെ മഞ്ജു ചേച്ചിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ഒറ്റ നിലപാടുള്ളൂ കേട്ടോ. മുന്നോട്ടും ഇല്ല പുറമോട്ടും ഇല്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പാത്രം കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ മോനും ഒക്കെ യാത്ര ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നീണ്ട യാത്രയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂരമ്മയുടെ മണ്ണിലെത്തി കേട്ടോ. ക്ഷേത്രത്തിൽ ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ. നിറയെ ആളുകളാണ്. ഈ നിൽക്കുന്ന ആളുകളെല്ലാം ക്ഷേത്രത്തിനകത്തേക്ക് അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ പോകുന്നവരാണ് കേട്ടോ. ഇതുവഴിയാണ് കേട്ടോ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നത്. കൊടുങ്ങല്ലൂരിനെ പറ്റി പറയുവാണെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രവും വിശ്വാസവും ഒരുമിച്ച് ശ്വസിക്കുന്ന ഒരു നാട്. അതാണ് കൊടുങ്ങല്ലൂർ. ഒരിക്കൽ മുസിരീസ് എന്ന പേരിൽ ലോക വ്യാപാര ഭൂപടത്തിൽ തിളങ്ങിയിരുന്ന ഈ മണ്ണ് ഇന്ന് ആയിരക്കണക്കിന് ഭക്തരുടെ വിശ്വാസ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ആ ചരിത്ര നഗരത്തിൻ്റെ ഹൃദയത്തിൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം താങ്ങി നിൽക്കുന്ന ഒരു ശക്തിപീഠം കൊടുങ്ങല്ലൂരമ്മയുടെ സന്നിധി. ഈ യാത്ര ഒരു സാധാരണ ക്ഷേത്ര സന്ദർശനം മാത്രമല്ല, ഒരു അനുഭവം കൂടിയാണ്. ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ചുറ്റുമുള്ള ഓരോ ശബ്ദത്തിനും ഒരു പ്രത്യേകത ഭാവമുണ്ട്. കാറ്റിൻ്റെ താളം, മണിയുടെ നാദം, ഭക്തരുടെ പ്രാർത്ഥന, ഇതെല്ലാം ചേർന്നൊരു വേറിട്ട അന്തരീക്ഷം സൃഷ്ടിക്കുന്ന കേരളത്തിൻ്റെ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം ശ്രീകുറുമ്പ ഭഗവതിക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ആരാധിക്കുന്ന ദേവി അസുരനെ സംഹരിച്ച ശേഷമുള്ള ഉഗ്രരൂപത്തിലുള്ള ഭദ്രകാളിയെയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിനും ഇവിടെ നടക്കുന്ന ആചാരങ്ങൾക്കും ഒരു വ്യത്യസ്ത സ്വഭാവമുണ്ട്. ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും ഒരു പ്രത്യേക അനുഭവം പറയാനുണ്ടാകും. ചിലർക്ക് അത് ആത്മവിശ്വാസം നൽകുന്ന ഒരു ശക്തിയായി തോന്നും, ചിലർക്ക് മനസ്സിന് സമാധാനം നൽകുന്ന ഒരു ഇടമായി, മറ്റു ചിലർക്ക് ജീവിതത്തിൽ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു അനുഭവമായി. കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെക്കുറിച്ച് കേൾക്കാത്തവർ കുറവായിരിക്കും. കേരളത്തിലെ ഏറ്റവും വ്യത്യസ്തമായ ഉത്സവങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ഈ ആഘോഷം ഭക്തിയും ആചാരവും ഒരുമിക്കുന്ന ഒരു വലിയ ജനക്കൂട്ട അനുഭവമാണ്. ആ സമയത്ത് ഈ നാട് മുഴുവൻ ഒരു വേറിട്ട ഊർജ്ജത്തിൽ ജീവിക്കുന്നത് പോലെ തോന്നും. ക്ഷേത്രത്തിൻ്റെ ഓരോ കോണിലും ചരിത്രമുറങ്ങുന്നുണ്ട്. കാലം മാറിയിട്ടും വിശ്വാസം മാത്രം ഇവിടെ അതേപോലെ നിലകൊള്ളും. കൊടുങ്ങല്ലൂർ ഒരു ക്ഷേത്രം മാത്രമല്ല, കേരളത്തിൻ്റെ സംസ്കാരവും ചരിത്രവും ആത്മീയതയും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. ഈ വഴികളിലൂടെ നടക്കുമ്പോൾ ഞാനൊരു യാത്രക്കാരൻ മാത്രമല്ലെന്ന് തോന്നും. ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായ പോലെ അമ്മയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അറിയാതെ മനസ്സ് ശാന്തമാകുന്നു. ഒന്നും പറയാതെ, ഒന്നും ചോദിക്കാതെ കുറച്ച് നിമിഷങ്ങൾ അവിടെ നിൽക്കാൻ തന്നെ തോന്നും. ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ കണ്ടതൊരു ക്ഷേത്രം മാത്രമല്ല, അനുഭവിച്ചത് ഒരു പ്രത്യേകത ഫീലാണ്. കൊടുങ്ങല്ലൂർ ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വിളിക്കുന്ന ഒരു സ്ഥലം.